guys, good morning. This is Elson from Elson Vlogs. Happy Republic Day to all of my friends. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പ്രീ പ്ലാനിങ് ഇല്ലാതെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് ഒരു ചെറിയ റൈഡ് പോവാണ്. അപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ എനിക്ക് ഫ്രീ ആയിരുന്നു. സോ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത റൈഡാണ്. സോ അതുകൊണ്ടാണ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇന്നിപ്പോൾ നമ്മൾ ഉളുപ്പുണ്ണി എന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൂവാറ്റിൽ എത്തിയപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാന്ന് വെച്ചിട്ട് ഇവിടെ ഫാമിലി നിർത്തിയതാണ്. അപ്പോൾ ഈ വഴി പോകുന്ന വഴിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, watch till then. സമയം 7:15. ഞങ്ങളിപ്പോൾ ഉളുപ്പുണ്ണി എത്താറായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്ന് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വഴിയിലാണ് എത്തി നിൽക്കണേ. ആകെ കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് ആകെ സത്യം പറഞ്ഞൊരു ഓഫ് റോഡിങ്ങിന് പറ്റിയ റോഡ്. അപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾ കുറേ കൂടെ ഫ്രണ്ടിലേക്ക് പോയി നോക്കി, പക്ഷേ ആകെ കുണ്ടും കുഴിയൊക്കെയാണ്. അപ്പോൾ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു വീട്ടിൽ കയറി ചോദിക്കാൻ പോയേക്കാണ് ഈ വഴി തന്നെയാണ്. വഴി ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം വെച്ചാൽ ഒരു തവണ ഞങ്ങൾക്ക് വഴി ചെറുതായിട്ടും തെറ്റി, പക്ഷേ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ആൾ ചോദിച്ചിട്ടൊക്കെ വരുന്നുണ്ട്, എന്തായെന്നറിയില്ല. എന്തായി അപ്പോൾ ആ വീട്ടിലും ആരുമില്ല. അപ്പോൾ ഇനി വേറെ വല്ല വഴി ഉണ്ടോ ഞങ്ങൾ നോക്കട്ടെ. എടാ വാടാ, ഈ വഴി വാടാ. പതൊക്കെ വാടാ, വഴി വയ്ക്കാൻ പോയി. ഹലോ ഗൈസ്, ഇപ്പോൾ മേമുട്ടെന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കണേ. ഒരു 3-4 കിലോമീറ്റർ ഇപ്പോൾ തന്നെ ഞങ്ങളൊരു ഓഫ് റോഡ് പോലത്തെ റോഡിൽ വന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റോഡൊക്കെ. സോ എനിക്ക് അന്നേരം ഒന്നും ക്യാമറ എടുക്കാൻ പറ്റില്ല. അപ്പോൾ സോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ റോഡൊക്കെ ഒന്ന് കാണിച്ചു തരാം, സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യണേ. ഇനി ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ കണ്ടിരുന്നു തോന്നുന്നു ഉളുപ്പുണ്ണിക്ക്. ഇവിടുന്ന് 3 റോഡ് പോകുന്നുണ്ട്. ഒന്ന് ഞാനിപ്പോൾ ഈ പോകുന്ന ഈ റോഡും, പിന്നെ അവിടുന്ന് സ്ട്രെയിറ്റ് ഒരെണ്ണം അങ്ങോട്ട് പോകുന്നുണ്ട്. അതും മൂലമറ്റം പോകാനുള്ള ആ വഴിയും. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉളുപ്പുണ്ണി വാഗമൺ റോഡിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡെന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ ശോചനീയ അവസ്ഥയിലുള്ളൊരു വഴി തന്നെ പറയാം. ടാറിങ്ങൊന്നും ആയിട്ടില്ല ഇവിടെയൊക്കെ. ഉളുപ്പുണ്ണിക്ക് എത്താറായി. ഉളുപ്പുണ്ണിയാണോ ഉളുപ്പുന്നി, യെസ്, ഉളുപ്പുന്നി എത്താറായി. അപ്പോൾ ഒരു 2 കിലോമീറ്റർ വിടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ഏകദേശം ഒരു 4 കിലോമീറ്ററാണെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ ഒരു ടാറിങ് ഇല്ലാത്തൊരു റോട്ടിലൂടെ വന്നിട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അതെന്ന് വെച്ചാൽ സൈഡിൽ വലിയ ബീഡിങ് ഇല്ലാത്തതുകൊണ്ട് ഈ താഴെ ഈ കൊക്കയൊക്കെ ആവും, ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഈ റോഡൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേര് ബൈക്കായിട്ട് കുറച്ച് മുമ്പിൽ പോയി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഈ വഴിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുക. ഇപ്പോൾ നടക്കുന്ന വഴി വലിയ കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഉളുപ്പുന്നി ഭയങ്കര ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ നല്ല വ്യൂ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അതാ കണ്ട വഴി കണ്ടില്ലേ? ഇതൊന്നൊന്നുമല്ല, നേരത്തെ കയറി വന്നപ്പോൾ കാണേണ്ടതാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് വണ്ടി ഓടിക്കണോ വ്ളോഗ് ചെയ്യണോ ഒന്നും അറിയാതെ വണ്ടിയൊക്കെ ചാടിപ്പോയി കഴിഞ്ഞാൽ പൊക്കി കണ്ടിട്ട് അടിപൊളി റോഡ് കേട്ടോ. എന്തായാലും വ്യൂ ഉണ്ട്, അത്യാവശ്യം നടന്നതിനും ഗുണമുണ്ടായി.
കാണിച്ചു തരാം. ഞാൻ കൊക്കയിൽ ചാടി പോയില്ലെങ്കിൽ കാണിച്ചു തരാം. ആഹാ അടിപൊളി, അടിപൊളി വ്യൂ അല്ലേ. ഉളുപ്പുന്നി വരാത്തവരൊക്കെ വന്ന് നോക്കാം. ഇച്ചിരി അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് നോക്കാം. ഇതുപോലത്തെ വഴികളൊക്കെ കയറി പോകുന്നത് ഞാൻ നല്ല അടിപൊളിയാക്കി. ഈ വഴിയുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാര്യം തണുപ്പ്, അത് ജനുവരി ലാസ്റ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചത്ര തണുപ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായില്ല. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് ഓഫ് റോഡിങ്ങിൻ്റെ വഴി കയറി തുടങ്ങിയപ്പോൾ മുതൽ ഹെവി തണുപ്പായിരുന്നു. ഇപ്പോൾ എത്ര ടെമ്പറേച്ചർ ഒക്കെ നിങ്ങൾ നോക്കിയാൽ 21 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. പക്ഷേ കേക്ക് മൊത്തത്തിൽ നന്നായിട്ട് തോന്നുന്നെങ്കിലും ഇവിടെ ഭയങ്കര ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ഞങ്ങളിപ്പോഴും തന്നുകൊണ്ടിരിക്കുക. ഇവന്മാർ വണ്ടി കൊണ്ട് നിൽക്കാന്ന് പറഞ്ഞിട്ട് ആ വണ്ടി കൊണ്ട് വല്ലവഴിക്കും പോയിന്നാണ് തോന്നുന്നത് കേട്ടോ. പെരുമാരിയോ ബൈക്ക് കൊണ്ട് പോകുന്നവന്മാരെയൊക്കെ കളഞ്ഞു കിട്ടി. അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ചെറിയൊരു മല കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് കയറി മേളിൽ കയറുന്നിട്ട് ചുമ്മാ ഒന്ന് വ്ളോഗിലാക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴൊക്കെ എന്തെങ്കിലും ക്രേസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ചുമ്മാ മലയൊക്കെ കയറി ആവട്ടെ. പറയാ വരാം. അപ്പോൾ ഇന്നിവിടെ ഉളുപ്പുന്നി എത്താനായിട്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ. ഇപ്പോൾ വണ്ടി കൊണ്ട് വന്നവരൊക്കെ താഴെ വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു മല കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം എൻ്റെ മേളിലേക്ക് ഒന്ന് കയറണം എന്ന് തോന്നിയോണ്ട് ചുമ്മാ അതിൻ്റെ മേളിൽ വരെ ഒന്ന് കയറി വന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഉളുപ്പുന്നിയൊക്കെ ഇനി ഉളുപ്പുന്നി നിർത്തുന്നുള്ളൂ. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഉളുപ്പുന്നിയെക്കുറിച്ച് കൂടുതൽ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉളുപ്പുന്നി സ്ഥലം ഏതാണെന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ്, ഉളുപ്പുന്നി എന്ന സ്ഥലം നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം സിനിമയിലൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടാവും. അതിൽ അവരാ എനിക്ക് തോന്നുന്ന ഫഹദ് ഫാസിലിനൊക്കെ കുത്തുന്ന ഒരു സീനുണ്ട്. ആ സീനൊക്കെ ഉളുപ്പുന്നിയിൽ വെച്ചിട്ടാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. സോ ആ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ നോക്കട്ടെ, അവിടെ അങ്ങനെ സ്ഥലം കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ അവിടെ ഞാൻ വ്ലോഗിൽ കാണിക്കാം. അപ്പോൾ ഈ ഉളുപ്പുന്നി എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഉളുപ്പുന്നി വാഗമൺ എന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നത് വെച്ചാൽ തൊടുപുഴ കൂടിയാണ്. തൊടുപുഴയിൽ നിന്ന് മുട്ടം, അവിടെ നിന്ന് എങ്ങനെയാണ് പോകുന്നേക്കണേ. ഞങ്ങളിപ്പോൾ ഉളുപ്പുന്നി ടോപ്പ് സ്റ്റേഷനിലെത്തി. ടോപ്പ് സ്റ്റേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു വലിയ മലയുടെ മേളിലാണ്. കണ്ടില്ലേ, ചുമ്മാ ഒരു വൃത്തികെട്ട മല. അതിൻ്റെ മേലിട്ട് കയറണം, നടക്കാൻ പോലും പറ്റണ്ടേ എൻ്റെ മേലിട്ട്. അത്ര കുത്തനോട് കയറ്റം. മേലെ കയറിയിട്ട് നല്ല വ്യൂ ഒന്നും അറിയില്ല. അവിടെ കുറേ വ്യൂസ് ഒക്കെ ഉണ്ടെന്നാണ് നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ മേലെ ചെയ്ത് നോക്കാൻ കഴിയും. എന്നാലും ഇവിടെ നല്ല വ്യൂ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം, മേലെ നല്ല വ്യൂ ഉണ്ട്. അതുപോലെ തണുപ്പും നല്ല തണുപ്പുണ്ട്. വിചാരിച്ച പോലെ അല്ല. ജാക്കറ്റ് കൂടി ബാഗിലേക്ക് ഇട്ടു. ഇച്ചിരൂടെ ഒരു ആശ്വാസം കിട്ടില്ലേ. ഇത് എടുത്തിടാനും വയ്യ. ഈ കയറ്റം എങ്ങനെ കയറാൻ എനിക്ക് മാത്രമേ അറിയൂ. മേലെ നിങ്ങൾ ശീലമില്ലാത്തതായിരിക്കും, പെട്ടെന്ന് കിടക്കും. സംഭവം എൻ്റെ അമ്മ എല്ലാവരും ഫ്രണ്ടിൽ പോയി, ഞാൻ മാത്രമേ ബാക്കിലുള്ളൂ. വ്ലോഗ് ചെയ്ത് ഏറ്റവും ബാക്കിലായി പോയി. അവരൊപ്പത്തെ ഞങ്ങളിപ്പോൾ ഉളുപ്പുന്നി എത്തി. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ കണ്ട ആ മലയൊക്കെ കയറി മേളിലെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യൂ കാണുന്ന വ്യൂ ആണിത്. സമയം 9:30 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 4 മണിക്ക് അല്ല 4:30 4:45 ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ 9:15 ഉളുപ്പുന്നി എത്തി. ഞങ്ങളെല്ലാം അത്യാവശ്യം കാണാനുള്ളതൊക്കെ കണ്ടു. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ അതൊക്കെ തീയിട്ട് നശിപ്പിച്ച പോലെ ഇരിക്കും. അത് കഴിഞ്ഞ് തന്നെ കത്തിയതാണോ അതോ അതിന് നിർത്തിയിട്ടാണോ ഒന്നും അറിയില്ല. എനിവേ അതുകൊണ്ട് അത്ര ഒരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നില്ല, ഒരു ഗ്രീനറി എന്നൊക്കെ പറയില്ല, അത് അതുകൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യണമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിവേ നല്ലൊരു എക്സ്പീരിയൻസ്, അത്രേ എനിക്ക് പറയാനുള്ളൂ.
തിരിച്ചു പോരുക. അപ്പോൾ തിരിച്ചു പോകാൻ എനിക്ക് കൂടുതൽ ഭംഗി ഇവിടെ അടുത്തൊരു ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട്, നമുക്കതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. ഞങ്ങൾ താഴെ ഇപ്പോൾ ഒരു ടണലുണ്ട്, ആ ടണലൊന്ന് കണ്ടിട്ട് വരാം. ആ ടണൽ ഭയങ്കര ഭംഗിയുള്ളതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേരെ കണ്ടിട്ട്, അപ്പോൾ ഞാനൊന്ന് കണ്ടിട്ട് വരാം. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ ഈ അരുവിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് പിക്സൊക്കെ എടുക്കും. ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം. നല്ല അടിപൊളി സ്ഥലം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഉളുപ്പുണ്ണി എല്ലാവരും ഒന്ന് വന്ന് കാണാൻ താല്പര്യമുള്ളവർ എല്ലാവരും ഒന്ന് കാണണം. എന്നിട്ട് ഇത്രയും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് ഞാനിപ്പോൾ അറിയണം കേട്ടോ, സത്യം പറയാം. ഞാനൊക്കെ ഈ ഇവിടെ 3, 6 അങ്ങനെ സ്ഥലങ്ങളൊക്കെ പോയി അവസാനം ഇനിയിപ്പോൾ അടുത്ത ഓഗസ്റ്റിൽ ഞാനൊരു ബിഗ് റൈഡ് തമിഴ്നാട്ടിലെ ഒക്കെ അല്ലെങ്കിൽ ആന്ധ്ര ആ ഭാഗത്തേക്ക് എവിടെയൊക്കെ ഒരു വലിയ റൈഡ് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ തോന്നാം നമ്മുടെ നാട്ടിലുള്ളതൊക്കെ കണ്ട് തീർത്തിട്ട് പോയായിരുന്നു. അടിപൊളി സ്ഥലം. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനി അവിടെ നമ്മൾ ആദ്യം ഇറങ്ങി വന്നപ്പോൾ അവിടെ ചെറിയൊരു മരത്തിൻ്റെ ബ്രിഡ്ജാണ്, അപ്പോൾ അവിടെ ഒന്ന് കയറി ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.